ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓരോ മനുഷ്യനും ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം അവരവർ ജനിച്ച് വളർന്ന നാടായിരിക്കും അല്ലേ? ഞാനിന്ന് എൻ്റെ നാട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് പെരുമ്പുഴ. ഇവിടെ വലിയൊരു ആൽമരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറേ പഴക്കം ചെന്നതായിരുന്നു. ഇപ്പോൾ അത് മുറിച്ചൊക്കെ മാറ്റി. പിന്നെ ഇതാണ് LP സ്കൂള്. ഞാനിവിടെ LKG മുതൽ 4ാം ക്ലാസ് വരെ ഇവിടെയാണ് കേട്ടോ പഠിച്ചത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് MG UP സ്കൂള്. ഈ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് നടന്നു പോകത്തക്ക ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കുരിശടി. ആദ്യമൊക്കെ അവിടെ ഒരു കുരിശടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കവിടെ പോയിരിക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ട് കേട്ടോ. ഞങ്ങൾ മൂലക്കട എന്നാണ് പറയുന്നത്. ഇവിടെ ബുക്കുകളും പെൻസില്, ഇറേസർ, മിഠായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ കടയിൽ കിട്ടിയിരുന്നത്. ഞങ്ങളെപ്പോഴും അവിടെ നിന്നായിരുന്നു വാങ്ങിക്കുന്നത്. എന്തെങ്കിലും പെട്ടെന്ന് പേപ്പറൊക്കെ വേണമെങ്കിൽ ആ കടയിൽ നിന്നായിരിക്കും വാങ്ങിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ഇല്ല. ഇതാണ് ഞങ്ങളുടെ MG UP സ്കൂള്. ഇവിടെയാണ് ഞാൻ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചത്. അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങൊന്നും അല്ലായിരുന്നു, എല്ലാം ഓടൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ. ഇപ്പോഴും ആ ഒരു ഓടിട്ടൊരു ചെറിയൊരു ഭാഗം അവിടെ ഉണ്ട്. അതാണ് അവിടുത്തെ ഓഫീസ് റൂം. അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ജോർജ് കുട്ടി സാറ്. ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സാറ്. ആ ബദാമിൻ്റെ ചുവട്ടിൽ നിന്നായിരുന്നു ജനഗണമനയൊക്കെ ചെല്ലുന്നത് കേട്ടോ. ഇവിടുന്ന് നേരെ പോകുന്നതാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. ഇപ്പോൾ സൈക്കിളിലോ അല്ലെങ്കിൽ നടന്നോ ഒക്കെ ആയിരിക്കും പോകുന്നത്. ആ കാണുന്നതാണ് കേട്ടോ കഞ്ഞിപ്പര. ഇവിടെയായിരുന്നു കഞ്ഞിയും പയറും ഒക്കെ വെക്കുന്നത്. അങ്ങനെ ഈ മതിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ആ പഴയ മതിൽ തന്നെയാണ്. ഇതൊന്നും മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ. എത്ര സൈക്കിളൊക്കെ ചവിട്ടിയതാണെന്നറിയാമോ ഈ വഴിയിൽ. പിന്നെ ഇതാണ് ഞങ്ങളുടെ പെരുമ്പുഴക്കാരുടെ അറ്റോൺമെൻറ്റ് ഹോസ്പിറ്റൽ. എൻ്റെ അമ്മയ്ക്കൊരു തുമ്മൽ വന്നാൽ ഇങ്ങോട്ടായിരിക്കും ആദ്യം ഓടി പോകുന്നത്. അമ്മ മാത്രമല്ല, ഇവിടെയുള്ള പെരുമ്പുഴക്കാർ മൊത്തവും ഈ ഹോസ്പിറ്റലിനെ ആശ്രയിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മുടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടായതുകൊണ്ട് നല്ലതല്ലേ, ദൂരോട്ടൊന്നും നമുക്ക് പോകണ്ട. ഈ വഴിയൊക്കെ എത്ര നടന്നതാണ് കേട്ടോ പണ്ട്. ഇവിടെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഒരു കനാല ഉണ്ടോ, ഇപ്പോൾ ഈ വേനലായതുകൊണ്ട് ഇവിടെ വെള്ളം തുറന്നു വിട്ടതാണ് കേട്ടോ. ഞങ്ങളുടെ കുടുംബ വീട് ഇതിൻ്റെ കുറച്ചപ്പുറത്താണ്. അതിൻ്റെ മുന്നിലൂടെയാണ് ഈ കനാല് വരുന്നത്. പണ്ട് പപ്പ എന്നെ നീന്തൽ പഠിപ്പിക്കാനായിട്ട് ഈ കനാലിലോട്ട് ഇറങ്ങുന്നൊരു കമ്പിയുടെ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൽ ഒരു കയറ് കെട്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ ആ കയറിൽ തൂങ്ങിപ്പിടിച്ച് ഇങ്ങനെ കിടന്നിങ്ങനെ നീന്തും. പക്ഷെ എങ്ങനെയോ ആ കയറിൽ നിന്ന് എൻ്റെ കൈ വിട്ടുപോയി. കൈ വിട്ട് ഞാനിങ്ങനെ മുങ്ങിയും താഴ്ന്നും ഇങ്ങനെ ഒഴുകി പോയപ്പോൾ കുമാരണ്ണനാണോ പ്രസാദ് മാമനാണോ ആരാന്നറിയില്ല, ആരോ എന്നെ രക്ഷിച്ച്. പക്ഷേ അതിനുശേഷം ഞാൻ പിന്നെ നീന്തലൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. ഈ പിള്ളേരൊക്കെ ഇങ്ങനെ നീന്തുന്ന കണ്ടപ്പോൾ അതൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും ആ ഒരു കുട്ടിക്കാലമൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അങ്ങനെയാണല്ലേ, നമ്മളൊരു ആ ഒരു കുട്ടിക്കാലമൊക്കെ ഒരു മുതിർന്ന ഒരു സ്റ്റേജിലോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ ഒരു ബാല്യകാലമായിരിക്കും. ഇവരൊക്കെ നീന്തി കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ പിന്നെ ഈ പിള്ളേരുമായിട്ടൊക്കെ സംസാരിച്ച് കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് അധികം വരാത്തത് കൊണ്ട് ആരുടെയൊക്കെ മക്കളാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോഴാണ് ഇന്നയാളുടെ മക്കളാണ്, അവിടുത്തെ ചേച്ചിയുടെയൊക്കെ മക്കളാണെന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ ഇവരെൻ്റെ അടുത്ത് ചോദിച്ചു ഈ വീഡിയോ എപ്പോഴാണൊക്കെ വരുന്നത് എന്നൊക്കെ ചോദിച്ച് അവരുടെ അടുത്തെല്ലാമൊക്കെ പറഞ്ഞ് അവർക്ക് ടാറ്റയും ബൈബൈയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചതേ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? ഇനി ഞങ്ങൾ തൃക്കോയിക്ക അമ്പലം, നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ്. നമ്മൾ ആ അമ്പലത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പക്ഷേ ഈ പോകുന്ന വഴിക്ക് അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇപ്പം പണ്ട് താമസിച്ചിരുന്ന ആൾക്കാരൊന്നും അല്ല ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഞാൻ അധികം വരാത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം ഈ ഭാഗത്തല്ല ഇവിടെ താമസിക്കുന്നത്. ഞങ്ങളിപ്പം പെരുമ്പുഴ ടൗണിൽ നിന്ന് LP സ്കൂളിൻ്റെയൊക്കെ ആ ഒരു സൈഡിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. നേരത്തെ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ തൃക്കോയിക്ക അമ്പലത്തിലോട്ട് പോവാണ്. പണ്ട് സ്ഥിരം വരുന്ന ഒരു അമ്പലമായിരുന്നു കേട്ടോ തൃക്കോയിക്ക അമ്പലം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പരീക്ഷ സമയത്ത് പേന പൂജിക്കാനായിരിക്കും ഞാനിവിടെ വന്നിട്ടുണ്ടാവുക. പേന പൂജിക്കാനും പിന്നെ അമ്മാമ്മയുടെ കൂടെയൊക്കെ വൈകുന്നേരങ്ങളിൽ വരുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഈ കുളം കണ്ടോ, ഈ കുളത്തിനപ്പുറത്തൊരു പാടമുണ്ട്. ആ പാടത്തിനപ്പുറമാണ് അപ്പച്ചിയൊക്കെ പണ്ട് താമസിച്ചിരുന്നത്. ഞങ്ങൾ അക്കരയെന്ന് പറയും. അതായത് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ കുളമൊക്കെ ഇപ്പോൾ ഈ കനാലൊക്കെ തുറന്നു വിട്ടത് കാരണം ഈ കുളമൊക്കെ ഇപ്പോൾ നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ എൻഗേജ്മെൻ്റൊക്കെ നടന്നത്. ഇവിടെയായിരുന്നു. 2012 കല്യാണം, 2011 എൻഗേജ്മെൻ്റൊക്കെ നടന്നത്.
അപ്പോൾ ഞാനിപ്പോൾ അവിടെ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഒരു കല്യാണത്തിൻ്റെയൊക്കെ എന്തോ ഒരു പന്തലൊക്കെ അവിടെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അവിടെ ആൾക്കാർ. അപ്പോൾ ദേ നമ്മൾ അക്കരയിലോട്ട് പോവാണ് കേട്ടോ. അത് ആ റോഡിൽ നിന്ന് അകത്തേക്കൊരു ഒരു ചെറിയൊരു ഇതേപോലെ ഒരു വഴിയുണ്ട്. പണ്ട് ഇതുവഴി സൈക്കിൾ ചവിട്ടിയാണ് അപ്പച്ചിയുടെ അടുത്തോട്ട് പോകുന്നത്. ഈ പാടം കണ്ടോ, ഈ പാടത്തിനപ്പുറത്താണ് ഞാൻ നേരത്തെ കാണിച്ച തൃക്കോയിക്ക അമ്പലം. അപ്പോൾ ദേ ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. പണ്ട് ഇതിലേക്കൂടെ എത്ര നടന്ന് സൈക്കിൾ ചവിട്ടിയതാണെന്നറിയാവോ. പണ്ട് തക്രു ചേച്ചി, അതായത് അപ്പച്ചിയുടെ മോള് സ്കൂൾ വിട്ട് പോകുമ്പം ഞാൻ ചേച്ചിയുടെ കൂടെ അങ്ങ് പോകും. കാരണം എനിക്ക് വീടിൻ്റെ അടുത്ത് ഞാനങ്ങനെ കളിക്കാനായിട്ട് പോകുന്നതിനെക്കാട്ടിലും അപ്പച്ചിയുടെ മോളുടെ അവിടെ കളിക്കാൻ പോകുന്നതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം തക്രു ചേച്ചിയൊക്കെ ആയിട്ട് അവിടെ ആ തോട്ടിലും ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത്, മീൻ പിടിക്കാനും ഒക്കെ. അങ്ങനെ ദച്ചൂരെ ഞാൻ അവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെയായിരുന്നു അന്നൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർക്ക് അതങ്ങനെ തോർത്ത് വെച്ചിട്ട് അങ്ങനെ പിടിക്കാനൊന്നും അറിയില്ല കേട്ടോ. ശരിക്കും ഞങ്ങളൊക്കെ എൻജോയ് ചെയ്ത പോലെ ആ ഒരു എൻജോയ്മെൻറ്റൊന്നും ദച്ചുമോക്കൊന്നും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഇങ്ങനെ നമ്മളൊക്കെ തോട്ടിലൊക്കെ ഇങ്ങനെ മീൻ പിടിക്കുന്നതൊക്കെ. അതുകൊണ്ട് ദച്ചുവിനെ ഞാൻ ഇതേപോലെ വല്ലപ്പോഴൊക്കെ വരുമ്പം അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകും. അവരും ആസ്വദിക്കട്ടെ അല്ലേ. അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാൻ നോക്കി. ആദ്യം ദച്ചുവും സുയിത്തും നോക്കി, പറ്റിയില്ല. പിന്നെ ഞാനും ദച്ചുവും നോക്കി, മീൻ കിട്ടിയില്ല. അവസാനം അമ്മയും ഞാനും നോക്കി, എന്നിട്ടും മീൻ കിട്ടിയില്ല. ലാസ്റ്റ് ഇതേ പപ്പ ഇറങ്ങിയിട്ടുണ്ട്. പപ്പയും ഞാനും നോക്കിയിട്ടും പക്ഷെ മീൻ കിട്ടിയില്ല കേട്ടോ. പക്ഷെ നിറയെ മീനുണ്ട്. എന്താണെന്നറിയില്ല, പഴയ പോലെ മീനൊന്നും ഇപ്പോൾ പിടി തരുന്നില്ല. അങ്ങനെ കുറച്ച് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നേരം ഇരുട്ടിയൊക്കെ തുടങ്ങി. അങ്ങനെ ദേ പണ്ട് അപ്പച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നൊരു വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ റോഡിൽ കൂടെ വരാതെ പെട്ടെന്ന് വരാൻ പറ്റിയൊരു വഴി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു വരമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ വരമ്പിൽ കൂടെ, അതായത് നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് ആ റോഡിൽ നിന്ന് കയറി ഈ വരമ്പിൽ കൂടെ ആയിരിക്കും നമ്മൾ ഇപ്പുറത്തോട്ട് വരുന്നത്, അക്കരയിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിട്ടൊക്കെ ഞാൻ വന്നിട്ട് കുറേ കാലമായി. അപ്പോൾ ആ വഴിയൊക്കെ ഒന്ന് കാണാനും ആ ഒരു ഓർമ്മയൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും വന്നത് കേട്ടോ. ശരിക്കും അന്നത്തെ ആ ഒരു കുട്ടിക്കാലം ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ സുശീലാപ്പച്ചിയുടെ വീട്ടിലായിരിക്കും ഞാൻ അന്ന് നിന്നിട്ടുണ്ടാവുക. അന്ന് അമ്മ എന്നെ വിളിക്കാൻ വരും, പക്ഷെ ഞാൻ പോകത്തില്ല. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അപ്പച്ചി മറ്റേ അമരയ്ക്കാത്തോരനും ചമ്മന്തിയും പിന്നെ എന്തെങ്കിലും അവിയലോ എന്തെങ്കിലും കാണും, അച്ചാറും ഒക്കെ കാണും. ഇതൊക്കെ പൊതിഞ്ഞ് തക്രു ചേച്ചിയുടെ കൂടെ എനിക്കും തന്നു വിടും. എന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് അവിടുന്ന് കുളിച്ചിട്ടായിരിക്കും വരുന്നത്. പിന്നെ യൂണിഫോം ഇട്ട് അങ്ങനെ പോകും. അപ്പോൾ അതേ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വഴി. ഈ വെള്ളത്തിൽ ചവിട്ടി അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒരു വരമ്പ് കാണും. അങ്ങേ അറ്റത്ത് ആ മരങ്ങൾ നിൽക്കുന്നുണ്ടല്ലേ, അവിടെ വരെ. പിന്നെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ റോഡെത്തി. അപ്പോൾ ഇതുവഴിയായിരിക്കും വരുന്നത്. പക്ഷെ ഇപ്പോൾ ആ വരമ്പും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പച്ചിയും ഇവിടെ അല്ല ഇപ്പോൾ താമസിക്കുന്നതും. അപ്പോൾ ഇതൊക്കെയൊന്ന് നിങ്ങളെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. ഇത് മാത്രമല്ല, ഇനിയും കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബായ്.